ജയസൂര്യൻ സർ, കാനഡയിലെ ഫെഡറൽ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം ഒരു വലിയൊരു ഇൻട്രോയോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്ട്രെയിറ്റ് ആയിട്ട് ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ്. കാനഡയിലെ ഇന്ത്യക്കാർക്ക് ഈ ഇലക്ഷന് ശേഷം എന്ത് സംഭവിച്ചു? കാനഡയിലെ ഇലക്ഷൻ റിസൾട്ട് ഭാരതം വളരെ താല്പര്യത്തോടു കൂടിയാണ് നോക്കുന്നത്. തെക്കേ ഇന്ത്യയിൽ അതിന് വലിയ ഒരു ശ്രദ്ധ കിട്ടുന്നില്ല എങ്കിലും വടക്കേ ഇന്ത്യയിൽ വളരെയേറെ ശ്രദ്ധയോടുകൂടി ഇന്ത്യ മുഴുവൻ കാത്തിരുന്ന ഇലക്ഷൻ റിസൾട്ടാണ് കനേഡിയൻ ഫെഡറൽ ഇലക്ഷന്റെ റിസൾട്ട്. അവിടെ 343 സീറ്റുകളിലേക്കാണ് ഇലക്ഷൻ നടക്കുന്നത്. പ്രധാനമായും മുഴുവൻ സീറ്റുകളിലേക്കും മത്സരിച്ചത് 3 പാർട്ടികളാണ്. ഇപ്പോൾ വിജയം വരിച്ച അധികാരത്തിലേക്ക് വരുന്ന മാർക്ക് കാർണിയുടെ ലിബറൽ പാർട്ടി മുഴുവൻ സീറ്റുകൾ 343 സീറ്റുകളിലേക്ക് മത്സരിച്ചിരുന്നു. അതുപോലെ കൺസർവേറ്റീവ് പാർട്ടി മുഴുവൻ സീറ്റുകളിലേക്ക് മത്സരിച്ചിരുന്നു. പിന്നെ മത്സരിച്ച പാർട്ടി ഒരു ഇന്ത്യൻ പാർട്ടിയാണെന്നുള്ളതാണ്. സിഖുകാരുടെ പാർട്ടി, ഖാലിസ്ഥാന്റെ പാർട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി. ജഗ്മീത് സിംഗ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അതിന്റെ നേതാവ്. അദ്ദേഹം മുഴുവൻ സീറ്റുകളിലേക്ക് മത്സരിച്ചു. ഏതായാലും റിസൾട്ട് വന്നപ്പോൾ വ്യക്തമായ ഭൂരിപക്ഷം ഒരു പാർട്ടിക്കും ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ, അതായത് 169 സീറ്റുകൾ കിട്ടിയ ലിബറൽ പാർട്ടിയുടെ നേതാവ് മാർക്ക് കാർണി അധികാരത്തിൽ വരും എന്ന് ഉറപ്പായിട്ടുണ്ട്. എന്നാൽ ഇതിനേക്കാൾ ഏറെ ഇന്ത്യക്കാരെ ആകർഷിച്ച ഒരു റിസൾട്ട് എന്ന് പറയുന്നത് കനേഡിയൻ ഇലക്ഷനിൽ വലിയ രാഷ്ട്രീയ ശക്തിയായി, ഒരുപക്ഷെ കാനഡയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയായി വളർന്നു വന്ന പാർട്ടിയാണ് ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി എന്നറിയപ്പെടുന്ന ഇടതുപക്ഷ ചിന്താഗതിയും ഖാലിസ്ഥാൻ ചിന്താഗതിയും സമാസമം ചേർത്തുണ്ടാക്കിയ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ശരിക്കും ഖാലിസ്ഥാൻ ശക്തികളാണ്. അവര് പഞ്ചാബിനെ പിളർന്ന് ഒരു ഖാലിസ്ഥാൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാജ്യം വേണം എന്നാവശ്യപ്പെടുന്നവരാണ്. അങ്ങനെ ഉള്ള ഒരു പാർട്ടിക്ക് കാനഡയിൽ വലിയ വേരോട്ടമുണ്ടായി. അതിന്റെ ഒരു കാരണം ചരിത്രപരമായ പശ്ചാത്തലമാണ്. പഞ്ചാബിൽ നിന്നും കുടിയേറിയ ധാരാളം സിഖുകാർ കാനഡയിലെ കൃഷിയും ബിസിനസ്സും വ്യവസായവും ഒക്കെ ആയി വളരെയേറെ മുന്നേറിയ ഒരു ജനവിഭാഗമാണ്. ഈ ജനവിഭാഗത്തിന്റെ ഒരു നേതാവ് എന്നുള്ള നിലയിലാണ് ജഗ്മീത് സിംഗ് ഉയർന്നു വരുന്നതും ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി രൂപീകരിക്കുന്നതും. അതോടുകൂടി കാനഡയിലെ ഇന്ത്യൻ വംശജർക്ക്, പ്രത്യേകിച്ച് സിഖുകാർക്ക് ഒരു വലിയ വോട്ട് ബാങ്കിന്റെ പിൻബലമുണ്ടായി എന്നാണ് കരുതപ്പെട്ടത്. പാർലമെന്റിലെ നിർണായകമായ സ്ഥാനങ്ങൾ കിട്ടി, ഭരണത്തില് പങ്കാളിത്തം കിട്ടി, മീഡിയയില് വലിയ അറ്റൻഷൻ കിട്ടി. അങ്ങനെ കനേഡിയൻ ഇലക്ഷനെ വളരെ ഭംഗിയായി നിയന്ത്രിക്കാൻ കഴിയുന്ന അതിശക്തമായ ഒരു പാർട്ടി എന്നുള്ള നിലയിലാണ് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി മത്സരിക്കുന്നത്. ഈ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് കഴിഞ്ഞ തവണ 12% വോട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഇലക്ഷന്റെ റിസൾട്ട് വന്നപ്പോ ആ റിസൾട്ട് എല്ലാവരെയും ഞെട്ടിച്ചു. അതായത് അനുകൂലികളെയും പ്രതികൂലികളെയും ഞെട്ടിച്ചു എന്ന് പറയുന്നതാണ് ശരി. അവിടെ ഈ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പരമോന്നത നേതാവ് ജഗ്മീത് സിംഗ് തോറ്റു എന്ന് മാത്രമല്ല, അദ്ദേഹം അതിദയനീയമായി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഇപ്പോൾ അവിടുത്തെ പാർലമെന്റിലുള്ള സീറ്റുകൾ കേവലം 2% മാത്രമാണ്. കഴിഞ്ഞ തവണ 25 സീറ്റുകളും 12% വോട്ടും നേടിയെങ്കിൽ ഇത്തവണ കേവലം 7 സീറ്റ് 6% വോട്ട് എന്ന നിലയിലേക്ക് പാർട്ടി തകർന്നു വീണു. എന്ന് മാത്രമല്ല, കനേഡിയൻ നിയമം അനുസരിച്ച് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള അംഗീകാരവും നഷ്ടപ്പെട്ടു. ഇന്ത്യയിലും അങ്ങനെയാണല്ലോ, ഒരു നിശ്ചിത ശതമാനം വോട്ട് കിട്ടിയില്ല എങ്കിൽ ഔദ്യോഗികമായി പാർട്ടിയുടെ ചിഹ്നം പോകും, അംഗീകാരം പോകും. അങ്ങനെ ഈ പറയുന്ന ജഗ്മീത് സിംഗിന്റെ പാർട്ടിയുടെ അംഗീകാരം ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ എന്താണ് പ്രവർത്തിച്ചത് എന്നുള്ളതാണ് ഇന്ത്യ വളരെ ശ്രദ്ധയോടുകൂടി കാത്തിരുന്നൊരു കാര്യം. അതായത് ഒരു ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയുന്നത് അമേരിക്കയിലുണ്ട്, കാനഡയിലുണ്ട്, ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും തന്നെയുണ്ട്. പല രാജ്യങ്ങളിലും ഇന്ത്യൻ ഡയസ്പോറ വളരെ ശക്തമായിട്ടുള്ള വോട്ട് ബാങ്കാണ്. ഈ വോട്ട് ബാങ്കിനെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കകത്ത് പോലും കടന്നു വന്ന് രാഷ്ട്രീയം കളിച്ച പാർട്ടിയാണ് ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയും അതിന്റെ നേതാവായിട്ടുള്ള ജഗ്മീത് സിംഗും. നമ്മൾ ഓർക്കുന്നുണ്ട് ഡൽഹിയെ കുലുക്കിയ കർഷക സമരങ്ങൾ. അന്ന് തന്നെ BJP പറഞ്ഞിരുന്നു ഇത് കർഷക സമരമല്ല, ഖാലിസ്ഥാൻ സമരമാണ്, വിദേശ ഫണ്ടിംഗ് ആണ്, തീവ്രവാദികളാണ് പുറകിൽ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്
ഈ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത 24 മണിക്കൂറിനകം ഈ കർഷക സമരം ആവിയായി പോയി, അപ്രത്യക്ഷമായി പോയി. അതിന്റെ പിന്നിൽ വിദേശ ഫണ്ടിങ് ഉണ്ടായിരുന്നു, വിദേശ ഫണ്ടിങ് ആയിരുന്നു. അതായത് അരവിന്ദ് കെജ്രിവാളിനും കർഷക സമരത്തിനും ഫണ്ട് ചെയ്തിരുന്നത് ഈ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പിൻബലത്തിലുള്ള വിദേശ ഖാലിസ്ഥാൻ ശക്തികളാണ് എന്നിപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ഏതായാലും ഇതിനെതിരെ നരേന്ദ്രമോദിജിയും ഭാരതീയരും നടത്തിയ വലിയ ഒരു ക്യാമ്പയിൻ ആഗോളതലത്തിൽ അതിശക്തമായി അലയടിക്കുകയുണ്ടായി. അതായത് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തി കർഷക സമരത്തിന്റെ പേരിലും ഖാലിസ്ഥാൻ വാദത്തിന്റെ പേരിലും ഇന്ത്യക്കകത്ത് അസ്വസ്ഥതകൾ സൃഷ്ടിക്കുകയും വിദേശത്തുനിന്ന് ഫണ്ട് സ്വരൂപിക്കുകയും ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്തുകയും ചെയ്യുന്ന രാജ്യവിരുദ്ധ ശക്തിയാണ് ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന കനേഡിയൻ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് കാനഡയിലെ ഭാരതീയർക്കിടയിൽ വളരെ വ്യക്തമായി പ്രചരിപ്പിക്കാൻ ഭാരതത്തിന് സാധിച്ചു. മോദിജിയുടെ നിലപാടുകളും അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവവും അതിന് വളരെയേറെ സഹായിച്ചു. ഏതായാലും കാനഡയിലെ സിഖുകാരടക്കമുള്ള, അതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കാനഡയിലെ ഏറ്റവും വലിയ ഇന്ത്യൻ ജനവിഭാഗം സിഖുകാരാണ്. ആ സിഖുകാരടക്കമുള്ളവര് ഈ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയെയും അതിന്റെ നേതാവിനെയും തള്ളിക്കളഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഖാലിസ്ഥാൻ എന്ന് പറയുന്ന ആശയത്തെയും ഭീകരവാദത്തെയും ഇന്ത്യയുടെ മണ്ണിലേക്ക് കയറ്റി അയക്കാൻ വേണ്ടി ഒരു പ്രസ്ഥാനം കാനഡയിൽ നിലനിൽക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് പാർട്ടിയുടെ അംഗീകാരം പോലും വലിച്ചെറിഞ്ഞുകൊണ്ട് അവിടുത്തെ ഇന്ത്യൻ ഡയസ്പോറ, ഇന്ത്യൻ വോട്ട് ബാങ്ക് കൃത്യമായി തിരിച്ചടി കൊടുത്തു എന്നുള്ളതാണ്. ഇത് ശ്രീ നരേന്ദ്രമോദിയുടെ വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഇതിന്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. നരേന്ദ്രമോദി ഉയർത്തിവിട്ടിയ ദേശസ്നേഹത്തിന് കിട്ടിയ അന്താരാഷ്ട്ര അംഗീകാരമാണ്. അമേരിക്കൻ തെരഞ്ഞെടുപ്പിലും നമ്മളിത് കണ്ടു, ട്രംപ് അധികാരത്തിലേക്ക് വരുന്ന സമയത്തും നമ്മളിത് കണ്ടു. അപ്പൊ ട്രംപിനെ അധികാരത്തിലേറ്റാനും കാനഡയിലെ ഇന്ത്യ വിരുദ്ധ അധികാരികളെ പുറത്താക്കിക്കൊണ്ട് പുതിയ ഗവൺമെന്റിനെ അധികാരത്തിലേറ്റാനും കഴിയുന്ന തരത്തിൽ ഇന്ന് ഇന്ത്യൻ വോട്ട് ബാങ്ക് അന്താരാഷ്ട്ര തലത്തിൽ വളർത്തിയെടുക്കാൻ നരേന്ദ്രമോദിക്കും ഭാരതീയ ജനതാ പാർട്ടിക്കും സാധിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് കാനഡയിലെ ഈ ഇലക്ഷന്റെ റിസൾട്ട്. കാനഡയിലെ ഇന്ത്യൻ ഡയസ്പോറ അവിടുത്തെ രാഷ്ട്രീയത്തിൽ ചെലുത്തിയ ശക്തമായ സ്വാധീനം മറ്റു രാജ്യങ്ങൾക്കും ഒരു മാതൃകയും താക്കീതും കൂടിയാണ്. ഇന്ത്യ വിരുദ്ധമായ നിലപാടുകൾ എടുക്കുന്ന പല രാജ്യങ്ങളിലും ഇന്ത്യൻ ഡയസ്പോറ ശക്തമാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കണം. ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ നരേന്ദ്രമോദിക്കുള്ള സ്വീകാര്യത ലോകത്തെ എല്ലാ ഇന്ത്യൻ വംശജരിലും അതിശക്തമായി നിലനിൽക്കുന്നത് കൊണ്ട് അതാത് രാജ്യങ്ങളിലെ ഇലക്ഷനുകളിൽ ഇന്ത്യൻ വോട്ട് ബാങ്ക് അത്തരം രാജ്യങ്ങളുടെ രാഷ്ട്രീയ ഭാവി നിർണയിക്കാൻ മാത്രം കരുത്തുള്ളതായി മാറിയിരിക്കുന്നു എന്ന് ലോകരാഷ്ട്രങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. തീർച്ചയായും. എന്തായാലും കാനഡയിൽ ഖലിസ്ഥാൻവാദികൾക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അതിന്റെ ഒരു വിശദാംശങ്ങൾ ജയസൂര്യൻ സാറ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇനിയൊരു കാനഡയിൽ ഇനിയൊന്ന് വേരുറപ്പിക്കാൻ ഖലിസ്ഥാൻവാദികൾ ഒരല്പം വിയർക്കുമെന്ന കാര്യം വ്യക്തമാണ്. എന്തായാലും ഇന്ത്യയിലും കർഷക സമരത്തിന് പിന്നിൽ ഇവരൊക്കെയാണ് പ്രവർത്തിച്ചതെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും പലതവണ ബിജെപിയും കേന്ദ്ര സർക്കാരും പറഞ്ഞിരുന്നു. ഒടുവിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു അറസ്റ്റോട് കൂടിയാണ് കർഷക സമരത്തിന് ഒരു തിരശ്ശീല വീണതെന്ന് നമുക്ക് പറയാനും സാധിക്കും. എന്തായാലും കാനഡയിലുള്ള ഖലിസ്ഥാൻവാദികളുടെ തേരോട്ടത്തിന് ഒരു ശമനം ഉണ്ടാവട്ടെ എന്നും കൂടെ പ്രത്യാശിക്കാം. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു സോ മച്ച് ജയസൂര്യൻ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.